ഹായ് ഓൾ, വ്യത്യസ്തത നിറഞ്ഞ ഗ്രാമീണ കാഴ്ചകളുമായി ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗ്രാമക്കാഴ്ചകളിൽ നമ്മൾ കാണുന്നത് ഓസ്ട്രിയയിലെ ബാഡ് ന്യൂയൻബർഗ് എന്ന ഗ്രാമത്തിലെ കാഴ്ചകളാണ്. ആൽപ്സ് പർവ്വതത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം പ്രകൃതി സുന്ദരമായ മലനിരകൾ നിറഞ്ഞതാണ്. മലനിരകളുടെ അടിവാരത്തിൽ നിന്നും മലനിരകളിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുന്നു. കടുത്ത മഞ്ഞുവീഴ്ചയുള്ള ഈ മലനിരകളിൽ വർഷത്തിൽ വളരെ കുറച്ച് ദിവസം മാത്രമാണ് മഞ്ഞ് മാറി നിൽക്കുന്നത്. തടിയിൽ തീർത്ത പ്രാചീന രീതിയിലുള്ള വീടുകൾ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. കടുത്ത തണുപ്പിനെ പ്രതിരോധിക്കുവാൻ ഇത് സഹായിക്കുന്നു. തടിയിൽ തീർത്ത വീടുകളിൽ ഒന്നാണിത്. മലനിരകളുടെ ഭംഗിയും താഴ്വാരത്തിൻ്റെ ഭംഗിയും ഒരുപോലെ സമന്വയിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഇത്തരം വീടുകളിൽ ഒന്ന് ഞങ്ങൾ സന്ദർശിച്ചു. തടിയിൽ തീർത്ത ഈ വീടിൻ്റെ ഉൾവശവും മേൽക്കൂരയും എല്ലാം തടി കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടും അതിൻ്റെ പരിസരവുമൊക്കെ ഗൃഹനാഥൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. മനോഹരമായ കൃഷിസ്ഥലവും പൂന്തോട്ടവും തോട്ടവുമൊക്കെ ഇദ്ദേഹം ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. യൂറോപ്പിൻ്റെ ഗ്രാമീണ ഭംഗി ശരിക്കും അനുഭവിച്ചറിയുവാൻ പറ്റിയ സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണിത്. പർവ്വതത്തിൻ്റെ അടിവശത്തായി കറുത്ത മണ്ണ് കാണപ്പെടുന്നതിനാൽ കൃഷിക്ക് വളരെ അനുയോജ്യമായ മണ്ണ് കൂടിയാണിത്. നമ്മുടെ നാട്ടിലെ ക്യാബേജും ബീട്രൂട്ടുമൊക്കെ ഇവിടെ സമൃദ്ധമായി വളരുന്നു. മനോഹരമായ ഈ മലമ്പ്രദേശത്ത് കടുത്ത മഞ്ഞുവീഴ്ച ഉണ്ടെങ്കിലും ഇവിടെ ജനങ്ങൾ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നു. ഒരുപക്ഷെ മുൻകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന തടിയുടെ ലഭ്യതയാവാം ഇത്തരം തടിയിൽ തീർത്ത വീടുകൾ ഈ പ്രദേശത്ത് ധാരാളമായി ഉണ്ടാവാൻ കാരണം. ഈ വീടുകളിൽ പലതിനും 300-400 വർഷം പഴക്കമുണ്ടെന്നത് നമ്മളെ വിസ്മയിപ്പിക്കും. കാനഡ പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ ഇപ്പോഴും പൂർണ്ണമായും തടിയിൽ തീർത്ത വീടുകൾ നിർമ്മിക്കാറുണ്ട് എങ്കിലും പല യൂറോപ്യൻ രാജ്യങ്ങളിലും തടിയിൽ തീർത്ത വീടുകൾ ഇപ്പോൾ കുറവാണ്. ഒരുപക്ഷെ തടിയുടെ ലഭ്യതക്കുറവാകാം ഇതിന് കാരണം. പൂർണ്ണമായും തടിയിൽ തീർത്ത റെസ്റ്റോറൻറ്റുകൾ വരെ ഇവിടെയുണ്ട്.
എന്തിനേറെ പറയുന്നു, സഞ്ചാരികൾക്ക് വിശ്രമിക്കാനായുള്ള ഇരിപ്പിടങ്ങൾ വരെ തടിയിൽ തീർത്തവയാണ്. പൊടിപടലങ്ങളും മലിനീകരണവും ഒട്ടുമില്ലാത്ത ഈ അന്തരീക്ഷത്തിൽ ഇവിടെ ജീവിക്കുന്നവർ പൊതുവെ ആരോഗ്യവാന്മാരാണ്. ബാഡ് ന്യൂയൻബർഗ് എന്ന ഈ ഗ്രാമത്തിലെ 400 വർഷം പഴക്കമുള്ള പള്ളിയാണിത്. ഈ ക്രിസ്ത്യൻ പള്ളിയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും കല്ലിൽ തീർത്തതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ മലനിരകളിൽ വേണ്ടത്ര ഗതാഗത സൗകര്യമില്ലായിരുന്ന കാലത്ത് ഇവിടെയുണ്ടായിരുന്ന മാർബിളിന് സമാനമായ കല്ലുകൾ കീറിയാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. പ്രാചീനമായ ശില്പരീതികൾ ഈ പള്ളിയുടെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാവുന്നതാണ്. മൈക്ക് പ്രചാരത്തിലാവുന്നതിന് മുമ്പ് പള്ളിയിൽ കാർമ്മികൻ പ്രസംഗിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രസംഗപീഠം ഇവിടെ ഉള്ള ഒരു പ്രധാന കാഴ്ചയാണ്. ചുവന്ന കല്ലും പശ നിറഞ്ഞ മണ്ണുമൊക്കെ ചേർത്ത് നിർമ്മിച്ച ഈ ദേവാലയം ഇന്നും കേടുപാടുകളില്ലാതെ നിലനിൽക്കുന്നു. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഓസ്ട്രിയയിൽ പല സ്ഥലത്തും പള്ളികളോട് ചേർന്ന് തന്നെ ശ്മശാനങ്ങളും ഉണ്ട്. കടുത്ത തണുപ്പ് അനുഭവപ്പെടുന്ന ഇവിടെ മൃതദേഹം ദഹിപ്പിച്ചതിന് ശേഷം ചിതാഭസ്മമാണ് ഇത്തരം കല്ലറകളിൽ മറവ് ചെയ്യുന്നത്. തങ്ങളുടെ ബന്ധുക്കളുടെ കബറിടങ്ങൾ വളരെ മനോഹരമായി ഇവർ സൂക്ഷിക്കുന്നു. ആൽപ്സ് താഴ്വരയിലെ സാൾസ്ബർഗ് ഗ്രാമത്തിൽ നിന്നും പർവ്വതത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ആൽപ്സ് പർവ്വതനിരകളിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിലെ തുടർ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ബായ്.